KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്ന ബസ്സിൽ നിന്ന് ഇപ്പോൾ ആഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ്. ആഷിൻ, അപ്പോൾ ഒരു ചരിത്രമാണ് നാളെ. കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിലാണെങ്കിൽ പോലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. ഇതിപ്പോൾ പ്രതിപക്ഷം ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, MLA മാർ ഈ ഒരു പരിപാടി ബഹിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ പോലും അത് ജനങ്ങളൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നാളെ 8:30 ഉദ്ഘാടനം. VD സതീശനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടോ? അവരുടെ പ്രതികരണം എന്താണ് ആശ? ഷിഹാസ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ കേരളം ഒരു പുതിയ ചരിത്രത്തിലേക്കാണ് യാത്ര തുടങ്ങുന്നത്. കേരളത്തിൽ സാധ്യമോ എന്ന് കരുതിയിരുന്ന പദ്ധതി, സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി, നാളെ കൃത്യം 8:30 തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ കാണുന്ന ബസ്സാണ് നാളെ ആദ്യമായി ചരിത്രത്തിലേക്ക് ഡബിൾ ബെൽ മുഴക്കിക്കൊണ്ട് ഒരു യാത്ര ആരംഭിക്കുന്നത്. ഈ കാണുന്ന നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കഠിനംകുളം തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 8:30 ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ്. പാപ്പൻകോട് ഡിപ്പോയിലാണ് നിലവിൽ ഇപ്പോൾ സെൻട്രൽ വർക്സിലാണ് ഈ ബസ് ഇട്ടിട്ടുള്ളത്. ബസിന്റെ പൂർണ്ണ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 ബസ്സുകളാണ് ഇത്തരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ ബസ്സുകളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ബസ് നാളെ ഒരു ചരിത്രത്തിലേക്ക് കുതിക്കുമ്പോൾ അതിന് വളയം പിടിക്കുന്നതും ഒരു സ്ത്രീയാണ്. ഈ ബസിന്റെ കണ്ടക്ടറും ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവർ ഷീലയാണ് നാളെ ഈ ഒരു ബസ് ഓടിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ബസിന്റെ ഒരു അവസാനഘട്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ബസിന്റെ അവസാനഘട്ട പരിശോധനയിലാണ് ഇവിടെയുള്ള ജീവനക്കാർ എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ബസിന്റെ പണികളൊക്കെ പൂർത്തിയാക്കി അത് തുടച്ച് വൃത്തിയാക്കി നാളെ ഒരു ചരിത്ര നിമിഷത്തിനു വേണ്ടി ഈ ആളുകൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബസിന്റെ അകവും നമ്മുടെ ഓർഡിനറി ബസ് പോലെ തന്നെയാണ്, പക്ഷേ അതിലും നല്ല വൃത്തിയായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ് ഓടിച്ചു നോക്കുന്ന പരിപാടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ഒരു വലിയ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തമാണ് പാപ്പനംകോടുള്ള ഈ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ചേട്ടാ, ബസ് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ബസ് നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇവിടെ പണിയൊക്കെ ചെയ്ത് പൂർത്തിയായി നല്ല കണ്ടീഷൻ ആക്കി വിട്ടിട്ടുണ്ട്. അതൊരു വലിയ ചരിത്രം മുഹൂർത്തമാണ്. എന്തോന്നു? അതെ, സ്ത്രീകളുടെ സൗജന്യ യാത്ര സർക്കാർ KSRTCക്കും നല്ലൊരു ഗുണമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുമെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഉറപ്പില്ലാത്തൊരു പദ്ധതിക്ക് വേണ്ടി ഈ ബസ്സാണ് നാളെ തുടക്കം കുറിക്കുന്നത്. അതെ, ഇങ്ങനത്തെ 2 ബസ് നാളെ ഇതിനു വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി ഡിപ്പോ അടിസ്ഥാനത്തിലും റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് അറിവ്. ഷിഹാസ്, ഇവിടെ നിന്ന് നാളെ 7:30 കൂടിയാണ് ഈ ബസ് തമ്പാനൂരിലേക്ക് എത്തിക്കുക. തമ്പാനൂരിൽ ഈ ബസ് അവിടെ അലങ്കരിച്ച ശേഷം എത്തിച്ച് മുഖ്യമന്ത്രി 8:30 കൂടി തന്നെ അവിടേക്ക് എത്തും. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തമ്പാനൂരിലാണ് ഉദ്ഘാടനമെങ്കിൽ പോലും അവിടുന്ന് സെക്രട്ടേറിയറ്റ് വരെ VD സതീശൻ മുഖ്യമന്ത്രി ഈ ഒരു ബസ്സിലായിരിക്കും യാത്ര ചെയ്യുക. അവിടുന്ന് മറ്റ് MLA-മാരും മന്ത്രിമാരും അടക്കം ആ വാഹന യാത്രയുടെ ഭാഗമാകും എന്നുള്ളതാണ്. 9 മണിയോടുകൂടി മറ്റ് എന്താണെങ്കിലും നാളെ ഈ ഒരു സമയത്ത് അവിടെ ഓർഡിനറി ബസ്സിൽ സ്ത്രീകളുടെ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ടാകും.